ഇന്ന് മുത്തുമണിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാണ്. അവിടെ ചെന്ന് കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, എന്തെടുക്കണം, എങ്ങനെ എടുക്കണം. അവൾക്ക് 1 വയസ്സല്ലേ ആകുന്നുള്ളൂ. അപ്പോൾ എന്തെടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി ഞങ്ങൾ ആദ്യം കണ്ട കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി, ഈ പട്ടിക്കുട്ടി എടുത്ത് നോക്കി. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എടുത്ത് വെച്ചു. ലാസ്റ്റ് ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന സാധനത്തിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ നടക്കുന്ന പട്ടിയാണെന്ന് മനസ്സിലായി. പിന്നെ എന്നെപ്പോലെ ക്യൂട്ടായിട്ടുള്ള കുറേ പാവകളെയൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊന്നും നമുക്ക് മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓൾറെഡി അതുപോലത്തെ ബ്ലൂ കളറുള്ള ഒരു പാവയുണ്ട് നാട്ടിൽ പോയപ്പോൾ കിട്ടിയത്. പിന്നെ അടുത്ത വീണ്ടും ഒരു പാവേനെ ഞാൻ പൊക്കിയെടുത്തു. പിന്നെ കുറേ കാറുകളൊക്കെ കൊണ്ടു, ആൺപിള്ളേർക്ക് പറ്റിയ കുറേ കളിപ്പാട്ടങ്ങൾ കണ്ടു. ഇത് പെൺകുഞ്ഞല്ലേ, അപ്പോൾ അവൾക്ക് പറ്റി എന്ത് വാങ്ങണമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞ് സംസാരിക്കുന്ന പാവയുണ്ടെന്നും ദാണ്ട് എത്തി കിടക്കുന്നു. പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന പാവയെ തപ്പിപ്പോയി. ഞങ്ങൾ സംസാരിക്കുന്ന പാവ എടുത്തു. അത് തന്നെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതിനകത്തിൽ ഞങ്ങൾ എടുത്തത് പട്ടീനെയാണ്. പിന്നെ കണ്ട കുറേ പാവകൾ നമ്മുടെ അനബെല്ല ഡോളിനെ പോലെയൊക്കെ ഉണ്ടല്ലേ, കുറേ അതൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ സ്കോട്ട് ഗൈവിൻ്റെ ഒരു റോബോട്ടിനെ കണ്ടു. അത് ഇജ് പറഞ്ഞു വേണ്ട, അത് ആ പിള്ളേർക്ക് പറ്റും, അവൾക്ക് വേണ്ട എന്ന്. പിന്നെ ഞങ്ങളൊരു സൈക്കിൾ എടുത്തു. എന്നിട്ട് ചേട്ടനെ റെഡിയാക്കാൻ കൊടുത്തു. ചേട്ടൻ അത് ഫിറ്റിംഗ് ഒക്കെ ചെയ്തു. ആ സമയത്ത് നമ്മുടെ അവിടെ ഒരു ചേട്ടൻ എയ്റോപ്ലെയിൻ പറപ്പിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞാനൊന്ന് ഓടിച്ചെന്നപ്പോഴത്തേനും ചേട്ടനത് നിർത്തി. സൈക്കിൾ എടുത്ത് കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷനായി. സൈക്കിൾ എടുക്കണോ, സ്കൂട്ടർ എടുക്കണോ, കാർ എടുക്കണോ, ഭയങ്കര കൺഫ്യൂഷനായി. ആദ്യം ഞങ്ങൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് കണ്ട സൈക്കിൾ. അത് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ അത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന മറ്റൊരു പീസേ ഉള്ളൂ. സോ അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ ഈ കളർ സെലക്ട് ചെയ്തു. വീണ്ടും ആ ചേട്ടൻ പ്ലെയിൻ പറപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നെപ്പോലെ കുറേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഓടി എത്തി അവിടെ. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്ന് ഞങ്ങൾ. അപ്പോഴത്തേനും ചേട്ടൻ എന്നെ വിളിച്ചു, വാ നമുക്ക് പട്ടി സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പട്ടി സംസാരിക്കുന്നുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തി. അങ്ങനെ നമ്മൾ പറഞ്ഞ തിരിച്ച് പറയുന്ന പട്ടിക്കുട്ടീനെയും വാങ്ങി, സൈക്കിളും വാങ്ങി ഞങ്ങൾ മടങ്ങി.